ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ച് അത്ര തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട് അടിപൊളിയാണ്. ആർക്കും വാങ്ങാൻ തോന്നും കണ്ടാൽ, അത്രയും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഹെയറിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയുള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ഹെയർ ബ്രൂച്ച് വെക്കാറ്. നമ്മളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ബ്രൂച്ചുകളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ കളറ് ക്യാമറയിൽ അത്ര തന്നെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് മാത്രമാണ് നമ്മളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും മുടിയിൽ ഈ ഒരു ബ്ലാക്കും കൂടെ വരുമ്പം കാണാൻ പറ്റുമോ, ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പം അതല്ല, നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ? പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ട്യൂബ് ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുള്ള ബീഡാണ്, നേരെയുള്ള ബീഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട് അടിപൊളിയായിരിക്കും. നല്ല ഗ്ലേസിങ്ങുള്ള ടൈപ്പ് ബീഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു ഗോൾഡൻ ടൈപ്പ് ബീഡ്സ് ആണ്, കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ വലിയ സൈസ് ബീഡാണ്, അതും ഗോൾഡൻ കളറാണ്. കളർ പോവാത്ത ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ബീഡ്സ് ആണ്. പിന്നെ വേണ്ടത് 2 ടൈപ്പ് ഗിയർ വയറുകളാണ്, ഒന്ന് 3mm ഒന്ന് 5mm. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. പിന്നെ ഗിയർ വയർ എടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ എടുക്കുക കേട്ടോ. 3mm ഭയങ്കര തിന്നായിട്ടായിരിക്കും, 5 അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അതിൽ ഈ ഒരു ട്യൂബ് ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഈ ഒരു ലെങ്ത്തിൽ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ട്യൂബ് ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗിയർ വയറിൽ ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ട്യൂബ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രൂച്ച് ഒരു വെറൈറ്റി ബ്രൂച്ചാണ് കേട്ടോ. അപ്പം കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്ന ബ്രൂച്ചസ് ഉണ്ടാക്കുക, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ബ്രൂച്ചസ് ഉണ്ടാക്കുക എന്നല്ലാണ്ട് ബ്ലാക്ക് വെച്ചിട്ട് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട്. ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത വന്നിട്ട് ഒരൊറ്റ പാർട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടുള്ള പാർട്ട് മാത്രമാണ് നമുക്കിതിന് ആവശ്യം. പിന്നെ വേണ്ടത് ആ ഒരു ഗോൾഡൻ ബീഡ് മാത്രമാണ്. ഇനി നമ്മൾ ആ ലാസ്റ്റ് വരുന്ന 2 കമ്പി പിരിച്ചു കൊടുത്തിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ പാർട്ട് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു അടിപൊളി ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ള ആ ഒരു പിരിഞ്ഞ ട്യൂബ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടെണ്ണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെറും 3 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു 5mmൻ്റെ ഗിയർ വയറാണ്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫസ്റ്റ് ആ ഒരു കമ്പി വളച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബ്ലാക്ക് പാർട്ട് വെച്ച് കൊടുക്കുക, നേരെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓരോ പാർട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരരുത്. അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് നിൽക്കണം. അപ്പോഴുള്ളൂ നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സിംഗിൾ ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴെയായിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിയണ്ടേ?
അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആ ഒരു ബ്ലാക്ക് ബീഡിൻ്റെ റേറ്റ് പറയാം. അതൊരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ, 10 ഗ്രാമിന് 20 രൂപയാണ്. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ ഒരുപാട് ബീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനുള്ള ബീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ബീഡ്സ് അതിൽ ബാലൻസ് വന്നു. അപ്പോൾ ആ ഒരു ബീഡ്സ് വെച്ചിട്ടും ഞാൻ ബ്രൂച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രൂച്ചിൻ്റെ വീഡിയോ വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ റേറ്റ് വന്നിട്ട് 10 ഗ്രാമിന് 20 രൂപയാണ് കേട്ടോ. അപ്പം 20 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് ട്യൂബ് ബീഡ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ്സിൻ്റെ റേറ്റ് വന്നിട്ട് 10 ഗ്രാമിന് 10 രൂപ വെച്ചിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ല ബൾക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 48 രൂപ 50 രൂപേൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് വലിയ വലിയ മാലയായിട്ടാണ് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഒരു മാലയായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാലയ്ക്ക് 8 രൂപ 9 രൂപ അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് ഇടുന്നത്. അതല്ല ബൾക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപ 6 രൂപ റേറ്റിന് നമുക്കത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു ബഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 12-15 മാലകൾ ഒരു ബഞ്ചിലുണ്ടാവും. അത് 50 രൂപയ്ക്ക് 60 രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിത് അങ്ങനെ ബഞ്ചായിട്ട് ബൾക്കായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ആ ഒരു വലിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ് അതും ഒരു 70 രൂപ ആ ഒരു റേറ്റിന് വാങ്ങാൻ കിട്ടും. അതും ബൾക്കായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു മാല ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ 12 രൂപയ്ക്ക് അവർ സെയിലാക്കും. അതല്ല ഹോൾസെയിൽ റേറ്റിന് ഫുള്ളായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാലയ്ക്ക് 5 രൂപ 6 രൂപയെ അവർ എടുക്കുകയുള്ളൂ. ചില ഷോപ്പിൽ മാത്രമേ നമുക്ക് ഹോൾസെയിലായിട്ട് തരുള്ളൂ, ചില ഷോപ്പിൽ തരില്ല കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? വളരെ റേറ്റ് കുറവാണ്. കുറഞ്ഞ റേറ്റിന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങിയാൽ നമുക്ക് അടിപൊളി ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ ഒരു ഗിയർ വയറാണ്. ഗിയർ വയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രെഡ് മിക്സ് ആയിട്ടുള്ള ഗിയർ വയർ വാങ്ങരുത് കേട്ടോ. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞത് അവർക്ക് ത്രെഡ് മിക്സ് ആയിട്ടുള്ള ഗിയർ വയറാണ് കിട്ടുന്നത്, അല്ലാത്തത് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ റീറ്റെയിലായിട്ട് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ത്രെഡ് മിക്സ് ആവാത്ത ടൈപ്പ് കമ്പി വാങ്ങാൻ നോക്കുക. പിന്നെ നോക്കേണ്ടത് ഈ ഒരു സൈസാണ്, കമ്പികളുടെ സൈസ്. ഞാൻ എത്രയാണോ ഇതിൽ പറയുന്നത് ആ ഒരു സൈസിൽ തന്നെ എടുക്കാൻ നോക്കുക. ഈ ഒരു 3mm സ്ഥാനത്ത് നിങ്ങൾ 4 എടുത്തു കഴിഞ്ഞാൽ അത് പിരിക്കാൻ കഴിയില്ല. ഒരിക്കലും അത് പിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കുറേ അങ്ങ് പിരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കൈ വല്ലാണ്ട് അങ്ങ് വേദനിക്കും. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ചിൻ്റെ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൂച്ചായിട്ട് ഉണ്ടാക്കാം. പക്ഷേ എനിക്കിങ്ങനെ 2 പാർട്ടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ബ്രൂച്ച് കാണാനായിട്ടൊരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 പാർട്ടാക്കിയിട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അതല്ല ഒറ്റ ബ്രൂച്ചായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ബ്രൂച്ച് കാണാനായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒരു യു ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ അങ്ങ് 2 പാർട്ടായിട്ട് ഇതുപോലെ അങ്ങ് കെട്ടി കൊടുത്താൽ, അപ്പോൾ നമ്മൾ ഈ ഒരു 2 പാർട്ടും കൂടെ ഇതുപോലെ അങ്ങ് ക്രോസിന് വെക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കണം. നമ്മൾ അത് എത്ര പ്രാവശ്യം തലയിൽ വെച്ച് കഴിഞ്ഞാലും പോരാത്ത രീതിയിൽ നമ്മളത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി ആ ഒരു ബ്രൂച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി മുകളിലോട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു സ്റ്റൈലിലാണ് വെക്കാറുള്ളത്. നിങ്ങൾക്ക് ഏതെല്ലാം സ്റ്റൈലിൽ വെക്കാൻ പറ്റുമോ അതിലൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കയ്യിൽ വെക്കുമ്പോൾ ഉള്ള ഒരു കളറ് നമ്മളുടെ ഈ ഒരു തലയിൽ വെക്കുമ്പോൾ ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നില്ല. നേരിട്ട് കാണുമ്പോൾ അതേ കളർ തന്നെ കിട്ടുന്നുണ്ട്. തലയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കളറ് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്രൂച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്ന കളേഴ്സാണ്. കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ ഡ്രസ്സ് വരുന്നത് ആ ഒരു ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ വന്നിട്ട് ആ നടുക്ക് വരുന്ന ആ ഒരു കെട്ട് നമ്മൾ കുറച്ച് വിസിബിളാണ്, കാണാനൊക്കെ പറ്റും. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കുമ്പോഴേ അതൊക്കെ കാണുള്ളൂ. പിന്നെ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഇത് കമ്പനി പ്രൊഡക്ട്സ് അല്ല, നമ്മൾ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിലൊന്ന് പോയി കണ്ടു നോക്കുക. ഇതുപോലെയുള്ള വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി സ്റ്റൈലിലുള്ള ഒരുപാട് ബ്രൂച്ചസിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.